എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വായനാരാമത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ചെറുകഥ ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ മാധവി. ശബ്ദം ഷീല ഷില്ലാസ്. കലോത്സവത്തിൽ കുട്ടികളുടെ ചടുല നൃത്ത ചുവടുകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കെയാണ് മാധവി മനസ്സിലോടിയെത്തിയത്. 80കളിലാണ് മാധവിയെ ഞാൻ പരിചയപ്പെടുന്നത്. ബാങ്കിൽ പാവങ്ങൾക്ക് ആട് വാങ്ങാനും നെല്ലുകുത്ത്, തുന്നൽ തുടങ്ങിയ സ്വയം തൊഴിൽ കണ്ടെത്താനുമായി കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുത്തിരുന്നു. വെറും 4% പലിശ. കിട്ടുന്ന ഗവൺമെൻറ് സബ്സിഡി കണക്കിലെടുത്താൽ പലിശയില്ലാതെ കിട്ടിയ പോലെ തന്നെ. 90% ആൾക്കാരും തിരിച്ചടയ്ക്കുകയേയില്ല. അന്വേഷിച്ച് ചെല്ലുന്ന ഫീൽഡ് ഓഫീസർമാർ നല്ല ശകാരങ്ങൾ ഏറ്റുവാങ്ങിയതായും പറയാറുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഗവൺമെൻറ് സ്ഥാപനമാണ്, ഗവൺമെൻറ് പണമാണ് എന്ന് കരുതുന്നവരാണ് അധികവും. ഗവൺമെൻറ് പണമല്ല, അന്നന്ന് ഉറുമ്പോ തേനീച്ചയോ കൂട്ടിവെക്കും പോലെ നിങ്ങളെപ്പോലുള്ളവർ സൂക്ഷിച്ചു വയ്ക്കാൻ ഏൽപ്പിച്ച പണമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊരപവാദമായിരുന്നു മാധവി. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ പണം കൊണ്ടടച്ചിരിക്കും. ആദ്യം 300 രൂപയുടെ ലോണായിരുന്നു. മാസം 10 രൂപ വെച്ച് 30 മാസം കൊണ്ട് കഴിയും. അത് പുതുക്കുമ്പോൾ 500 രൂപ കൊടുത്തു. ഓരോ തവണയും ലോൺ തീരുമ്പോൾ അവർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കിലെല്ലാവർക്കും ഉത്സാഹമായിരുന്നു. അവർ ലോൺ എടുക്കാൻ വന്നാൽ കുറച്ചു നേരം ലോഗ്യമൊക്കെ പറഞ്ഞാണ് പോവുക. ബാങ്കിലെല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു അവരോട്. നല്ല കടുത്ത കളറിലുള്ള ചിത്രങ്ങളുള്ള ഫോറിൻ ലുങ്കിയാണ് ഉടുക്കുക. കിളിമഞ്ഞ, കിളിപ്പച്ച, കടും വയലറ്റ് തുടങ്ങിയ കണ്ണിൽ കുത്തുന്ന നിറത്തിലുള്ള ബാക്ക് ഓപ്പൺ ജാക്കറ്റ്, പൗഡറിട്ട് കണ്ണെഴുതി ചാന്തുപൊട്ട് തൊട്ടൊരുങ്ങിയേ വരുള്ളൂ. കാതിലും കഴുത്തിലും ഇടുന്ന ആഭരണങ്ങളും ഒക്കെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ വലിയ ജിമിക്ക് റിങ്, ലോലാക്ക് ഒക്കെ ആയിരിക്കും. ചുളിഞ്ഞൊട്ടിയ എല്ലും തോലുമായ ശരീരത്തിന് ഒട്ടും യോജിക്കാത്ത ഒരുക്കങ്ങൾ. ഒരു തവണ ലോൺ പുതുക്കാൻ വന്നപ്പോഴാണ് മാധവി പറയുന്നത്, ഇത്തവണത്തെ പൈസ മോൾക്ക് ഡാൻസ് ഡ്രസ്സ് വാങ്ങാനാണ്. കലോത്സവത്തിന് പങ്കെടുക്കാൻ മോളെ ചിലപ്പോൾ കൂടെ കൂട്ടാറുണ്ട്. നല്ല സുന്ദരി കുട്ടി, നീണ്ട കണ്ണുകളുമായി. മാധവി വീട്ടുവിശേഷങ്ങളെല്ലാം ഞങ്ങളോട് പറയും. നിലം സിമൻ്റ് ഇട്ടതും പുര ഓടിട്ടതും എല്ലാം. ഓരോ തവണ ലോൺ പുതുക്കുമ്പോഴും ഓണക്കുറി കിട്ടുമ്പോഴാണ് ഓരോന്നും ചെയ്യുന്നത്. മകൾ മിടുക്കിയായി ജില്ലാതലത്തിൽ സമ്മാനം വാങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പൊതി ലോസഞ്ചറൊക്കെ കൊണ്ടു തന്നു. അവൾക്ക് ടീച്ചർമാർ ആരോ ഉത്സാഹിച്ച് കലാമണ്ഡലത്തിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. മാധവി ചെയ്തിരുന്ന തൊഴിൽ അങ്ങാടിയിലെ ചായക്കടകൾക്ക് അരി ഇടിച്ച് വറുത്തു കൊടുക്കുകയാണ്. 4-5 കടകളിൽ 2-3 കിലോ അരി വീതം ഇടിച്ച് വറുത്തു കൊടുക്കും. കൂലി മുട്ടിയിട്ടില്ല സാറേ, നിത്യവരുമാനമല്ലേ. എന്നാലും മാധവി ഇത്രയും ഒക്കെ ഒലക്ക കൊണ്ട് പൊടിക്കുമ്പോൾ വയ്യാതാവില്ലേ? സാറേ, കുതിർക്കുന്നത് ശരിയായാൽ പൊടിക്കാൻ അത്ര പ്രയാസമില്ല. ഞാൻ പറഞ്ഞ പോലെ കുതിർത്തില്ലെങ്കിൽ ഞാൻ പൊടിക്കില്ല, നിങ്ങളെന്നെ പൊടിച്ചോളണം എന്ന് പറഞ്ഞിട്ടേച്ചു പോരും. കുറച്ച് കുതിർമ കൂടിയിട്ടേ ഉള്ളൂവെങ്കിൽ വെയിലത്ത് തോർത്തി പൊടിച്ചു കൊടുക്കും. മാധവിയാണ് അരി കുതിർക്കുന്നതിൻ്റെ പാകം പറഞ്ഞു തന്നത്. അരി വൃത്തിയായി കഴുകി ഒരു പാത്രത്തിൽ വയ്ക്കുക. നനയ്ക്കുമ്പോൾ ഉള്ള വെള്ളം മതി. ഇടയ്ക്ക് ആ പാത്രം ഒന്ന് കുടയുകയോ അരി കൈകൊണ്ട് ഇളക്കി കൊടുക്കുകയോ ചെയ്യുക. അടിയിലൂറുന്ന വെള്ളം ഒരുപോലെ എല്ലാ ദിക്കിലും എത്താനാണ്. 2 മണിക്കൂർ കുതിർന്നാൽ പൊടിക്കാം. ഞാൻ മിക്സിയിൽ അരി പൊടിക്കുമ്പോൾ മാധവിയുടെ ഉപദേശം ഓർക്കും. മാധവി മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. കുട്ടിക്കാലത്തേ അച്ഛൻ മരിച്ചു. ഏട്ടന്മാരുടെ കുട്ടികളെ നോക്കാൻ പിടിച്ചു നിർത്തി സ്കൂളിലും വിട്ടില്ല. പിന്നെ ഒരു കച്ചവടക്കാരൻ്റെ വീട്ടുപണിയായി. 1-ാം തീയതി ആയാൽ ശമ്പളം ആങ്ങള വന്ന് വാങ്ങിക്കൊണ്ടു പോകും. വലിയ കൂട്ടുകുടുംബമായതുകൊണ്ട് അവിടെ ദിവസം 2 കിലോ അരിയൊക്കെ പൊടിക്കേണ്ടി വരുമത്രേ. അവിടുത്തെ ചേടത്തിയാരാണ് അവളെ ഈ പുതിയ തൊഴിലിലേക്ക് വിട്ടത്. ഒറ്റ പൈസ ആങ്ങളയ്ക്ക് കൊടുക്കരുതെന്ന് താക്കീതും. കാശ് ചെട്ടിച്ചേറ് സൂക്ഷിച്ചു വെച്ചു. മാധവിയുടെ ഭാഷയിൽ കാതിപ്പൂവും 1/2 പവനിലൊരു മാലയും വാങ്ങിക്കൊടുത്തു. അതിനിടയിലാണ് മാധവിക്കൊരു ബുദ്ധിമോശം. മാധവിയുടെ ഭാഷ സംഭവിച്ചത്. ഗർഭിണിയായി. ആങ്ങളമാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആരാണ് കുട്ടിയുടെ അച്ഛനെന്ന ആൾക്കാരുടെ വിചാരണയിൽ എൻ്റെ കവുത്ത് കണ്ടിച്ചാലും ഞാൻ പറയില്ല എന്ന് മാധവി. പണിക്ക് പോയിരുന്ന വീട്ടിലെ ചേട്ടത്തിയാർ മാധവിയുടെ കൂടെ നിന്നു. കർത്താവ് നിനക്ക് തന്ന സമ്മാനമാവും. നീ അങ്ങനെ ജന്മം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മടിച്ചിട്ടെന്താ? ആർക്കു വേണ്ടി?
നിന്റെ കുടുംബക്കാർ നിന്നെ കെട്ടിച്ചു കൊടുക്കില്ല. വയസ്സുകാലത്ത് നിനക്കൊരു തുണ വേണ്ടേ? പുറംപോക്കിൽ ഒരു ഷെഡ് കെട്ടാൻ സഹായവും ചെയ്തു. ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറഞ്ഞ പോലെ അയൽവക്കത്തെ ഉള്ളവരുടെ സഹായത്തോടെ മാധവി പ്രസവിച്ചു. 90 കഴിഞ്ഞപ്പോൾ വീണ്ടും തൊഴിലിനിറങ്ങി. മാധവിയുടെ ലക്ഷ്യവും സന്തോഷവും ആ മകളായിരുന്നു. അവൾക്ക് നല്ല വസ്ത്രം വാങ്ങാനും ആഭരണം വാങ്ങാനുമായി മാധവി അത്യധ്വാനം ചെയ്തു. ഞാൻ ട്രാൻസ്ഫറായി മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോയപ്പോൾ മാധവിയുടെ വിവരം അറിയാതായി. അതിനിടയ്ക്ക് ആരോ സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു, മാധവിയുടെ മകളെ ഒരു ഗൾഫുകാരൻ കല്യാണം കഴിച്ചു ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവൾ അവിടെ ഡാൻസ് ക്ലാസ് നടത്തുകയാണെന്ന്. പിന്നെ 10 വർഷം കഴിഞ്ഞു. ആ ബ്രാഞ്ചിലെത്തിയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറിയിരുന്നു. മാധവിയുടെ തൊഴിലിന് പ്രസക്തിയില്ലാതായി. എല്ലാ സ്ഥലത്തും മില്ലുകൾ വന്നപ്പോൾ നനച്ച അരി കൊണ്ട് കൊടുത്താൽ പൊടിച്ച് വറുത്ത് കൊടുക്കും. പക്ഷേ മാധവി തോറ്റില്ല. മാധവി പച്ചരി ഒരുമിച്ച് റേഷൻ കടകളിൽ നിന്നൊക്കെ ശേഖരിച്ച് മില്ലിൽ പൊടിപ്പിച്ച് വറുത്ത് പാക്കറ്റാക്കി വീടുകളിൽ, സ്കൂളുകളിൽ, ബാങ്കുകളിൽ ഒക്കെ കൊണ്ടു നടന്ന് വിൽക്കും. മകൾ കല്യാണം കഴിഞ്ഞ് പോയതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നാട്ടിൽ വന്നാൽ ഭർത്താവിൻ്റെ നാടായ കോട്ടയത്തേ വരൂ. മാധവി അമ്മയാണെന്ന് പറയുന്നത് അവൾക്ക് നാണക്കേട്. അവളുടെ അച്ഛൻ മരിച്ചു എന്ന് നുണ പറഞ്ഞ് മാധവി എന്ന ആരോപണവും. സാറേ, ഞാൻ നുണ പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അയാൾ എന്നെ കല്യാണം കഴിക്കാതെ ഞാൻ പ്രസവിച്ചതാണെന്ന് പറഞ്ഞില്ല. അത് അവരുടെ കുറ്റമല്ലേ? അവർ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ മോളെ കെട്ടിച്ചു തന്നാൽ മതി. സ്ത്രീധനം കൂടി ചോദിച്ചില്ല. അച്ഛൻ ആരായിരുന്നു എന്ന് അവരന്വേഷിച്ചില്ല. അതൊക്കെ അവരുടെ ഒരു ഒഴിവുകഴിവല്ലേ ഞാൻ? അതെ സാറേ, എനിക്ക് ഒരാക്ഷേപവും ഇല്ല. ഞാൻ തമ്പുരാനെ നിരക്കാത്ത ഒരു കാര്യവും ചെയ്തില്ല. പിന്നെ ഒരു കിടാവിനെ പെറ്റു. എനിക്കിഷ്ടമുള്ള ഒരാളുടെ കിടാവിനാണ് പെറ്റത്. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളുണ്ടോയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അയാളുടെ കൂടെ കൂടിയത്. എന്നെ അയാളുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നന്നായി അറിയാം. എന്നോട് ആരും കാണിക്കാത്ത സ്നേഹം അയാൾ കാണിച്ചുകൊണ്ടല്ലേ തങ്കക്കുടം പോലത്തെ ഒരു മോളെ പെറ്റ് 20 കൊല്ലം അവളുടെ കൂടെ സുഖമായി സന്തോഷമായി ജീവിച്ചില്ലേ? എൻ്റെ മുതൽ കളവ് പോയിന്ന് ഞാൻ സമാധാനിച്ചോളാം. ദൈവം തമ്പുരാൻ എന്നെ കഷ്ടപ്പെടുത്തില്ല. മാധവിയുടെ തത്വചിന്തയ്ക്ക് മുന്നിൽ ഞാൻ തരിച്ചിരുന്നു. 25 വർഷം മുമ്പിലത്തെ കാര്യം പിന്നെ മാധവിക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. എന്തായാലും ദൈവം തമ്പുരാൻ മാധവിയെ കൈവിടില്ല എന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ്. വലിയ വലിയ എഴുത്തുകാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള നോവലുകളോ ചെറുകഥകളോ വായിച്ചു കഴിഞ്ഞാൽ അവയെല്ലാം കോപ്പിറൈറ്റിനും കോപ്പി സ്ട്രൈക്കിനു പോലും കാരണമാവുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള നോവലുകൾ. പക്ഷേ എനിക്കിഷ്ടമുള്ളവയാണ്. എനിക്കിഷ്ടമുള്ളത് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള കഥകളാണ് ഞാൻ വായിക്കുന്നത്. അത് നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരായിരം നന്ദി.